ബിഗ് ബോസ് ലൈവിൽ അക്ബർ, ഒനിൽ, ഷാനവാസ്, അഭിലാഷ് ഇവർ 4 പേരൂടെ ചേർന്നിരുന്നിട്ട് ഗെയിമിനെ പറ്റി പറയുകയാണ്. ആരൊക്കെ കിച്ചൺ നിന്നാൽ നല്ലതാണ്, ആര് നിൽക്കുമ്പോഴാണ് ആഹാരം കറക്റ്റായിട്ട് കിട്ടാത്തത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തരെയും കിച്ചണിലേക്കോ വെസൽ ടീമിലേക്കും ഒക്കെ ഫ്ലോറിലേക്കും ഒക്കെ മാറ്റി തിരിച്ചു വിടണമെന്ന് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ബറാണ് തുടങ്ങിയത്. അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന കണക്കല്ല, പുറത്ത് ഇവൾക്ക് ഭയങ്കരമായ സപ്പോർട്ടാണ്. ഇവിടെ എന്തൊക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇവളുടെ പുറത്തെ സപ്പോർട്ട് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് അവളെയും അവളുടെ ടീമിനെയും ഒരു കാരണവശാലും കിച്ചണിൽ കയറാൻ അനുവദിക്കരുത്, അവരെ കിച്ചണിൽ ഇടുകയേ ചെയ്യരുത്. അപ്പോൾ അഭിലാഷാണ് മിക്കവാറും ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അഭിലാഷ് അവരെ തിരഞ്ഞെടുക്കുമല്ലോ കിച്ചണിൽ ആരൊക്കെ പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അനിമോളുടെ ടീമായിട്ട് ഇവർ പറയുന്ന ആദില, നൂറയൊക്കെയാണ്. അപ്പോൾ അവരെ ആരെയും ഇനി കിച്ചണിൻ്റെ ഏരിയയിലോട്ട് പോലും കടത്തിയേക്കരുതെന്നാണ് ഇവർ പറയുന്നത്. അക്ബറും അഭിലാഷും പറയുകയാണ്, അനിമോൾ ടീമിനെ അവിടെ കിടന്നോട്ടെ, ആ ഫ്ലോറിനകത്ത് ഇട്ടാൽ മാത്രം മതി, അവിടെ വലിയ പ്രശ്നമില്ല, അവിടെ വാക്ക് തർക്കം വരുന്നില്ല, കണ്ടന്റ് കൊടുക്കാതെ അവിടെ കിടന്നോട്ടെ, ഫ്ലോറിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട് അക്ബർ പറയാണ്, അവളെ നമുക്ക് കുറച്ചങ്ങ് ഡ്രൈ ആക്കാം. അവളങ്ങ് ഡ്രൈ ആയായിരുന്നു. ഇപ്പം റെന ഫാത്തിമയുടെ അടുത്തും ശൈത്യയുടെ അടുത്തും ഒക്കെ വഴക്കുണ്ടാക്കിയപ്പോൾ അവളങ്ങ് ഡ്രൈ ആയി പോയായിരുന്നല്ലോ. അക്ബർ പറയുന്നത്, ഇഷ്ടമുള്ള 2-3 പേരെയായിട്ട് അങ്ങ് ഫ്ലോറിൽ അങ്ങ് ഇട്ടാൽ മതി, അതാകുമ്പോൾ മഴക്കൊന്നും ഉണ്ടാവത്തില്ല, കണ്ടൻറ്റ് കൊടുക്കാനും പറ്റത്തില്ല, അവിടെ കിടന്നോട്ടെടാ, ഡ്രൈ ആയി അവിടെ കിടക്കട്ടെ. അല്ലെങ്കിലും കഴിഞ്ഞ ആഴ്ച ഡ്രൈ ആയി പോയായിരുന്നു എന്ന് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് പറയുകയാണ്. അവൾക്കിനി ഒട്ടും സ്പേസ് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ഇപ്പോൾ അവൾ ഡ്രൈ മസ്താനിയായിട്ട് കഴിഞ്ഞ വീക്കിൽ ഭയങ്കരമായ വഴക്കായിരുന്നല്ലോ, അപ്പോഴേ അവൾ ഡ്രൈ ആയിപ്പോയി. ജിഷിനിയായിട്ട് വഴക്ക് കിടന്നപ്പോഴും അനുമോളില്ല, അനുമോൾ മാറി നിൽക്കുക, അനുമോളങ്ങ് ഒതുങ്ങി. ഇപ്പം അവൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി. ഇവർ പറയുന്നത് ഇനി അനുമോൾ അത്ര ഇതാവത്തില്ല, കാരണം ആക്റ്റീവ് ആവത്തില്ല, അനുമോളെ ഫ്ലോറിലിട്ടാൽ മാത്രം മതി, കിച്ചൺ ഏരിയയാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടുന്ന ഏരിയ, അതുകൊണ്ട് കിച്ചണിലേക്ക് ഒരു കാരണവശാലും അനുമോളെ കയറ്റരുതെന്നാണ് 4 പേരും പറയുന്നത്. അഭിലാഷ് പറയുന്ന കിച്ചണാണ് ഏറ്റവും സ്പേസ് കിട്ടുന്ന സ്ഥലം, അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ പിടിച്ചിടരുത്, അവിടെ ഇടാനേ പാടില്ല. പിന്നെ അക്ബർ പറയുന്നുണ്ട്, ഞാൻ, ഷാനവാസുക്ക, അപ്പാനി, ഒനിൽ, നമ്മളാരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഒനിൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ അനിമോൾ ടീമിനെ പിടിച്ച് ഫ്ലോറിലങ്ങ് ഇടുക, അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഒനിൽ പറയുന്നുണ്ട്, ഇനി അടുത്ത വീക്കിലൊന്നും ഞങ്ങൾ കിച്ചണിലേക്കില്ല, കാരണം ശൈത്യയുടെയൊക്കെ ചപ്പാത്തി പരത്തി കൈയൊക്കെ നല്ലതായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. റെന ഫാത്തിമയും ഞാനും ശൈത്യയൊന്നും ഇപ്പോൾ ഉടനെയൊന്നും കിച്ചണിലേക്കില്ല. അപ്പോൾ ജിസേലിനെ ഇട്ടാലോ എന്നുള്ളൊരു ചർച്ചയും ഇവർ ചെയ്യുന്നുണ്ട്. ജിസേലിനെ ഇട്ട് കഴിഞ്ഞാൽ ആര്യനെ എന്തായാലും ജിസേൽ സെലക്ട് ചെയ്യും. ജിസേലിൻ്റെ കൂടെ ആര്യൻ എന്തായാലും കാണും, പക്ഷേ ആര്യന് ശരിക്ക് പണിയെടുക്കത്തില്ല. ഒനിൽ പറയുന്നുണ്ട്, അവൻ മിടുക്കൻ, അവനെ സെർവിങ്ങിന് മാത്രം നിർത്തിയാൽ മാത്രം മതി, അവൻ സെർവിങ്ങിന് അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി, വൈൽഡ് കാർഡായിട്ട് വന്നവരാരും ഒരു പണി എടുക്കുന്നില്ല, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത്, ലക്ഷ്മി അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, അവളെ പിടിച്ച് കിച്ചണിലാണ്, അവൾ ജോലി ചെയ്തിടാ, അവക്കിട്ട് ഒരു പണി കൊടുക്കണം. അന്നേരം ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, അവരൊരു കാരണവശാലും പണിയെടുക്കത്തില്ലെന്ന് തീരുമാനം എടുത്തിട്ട് തന്നെ ഇരിക്കുന്നവരാണ്. അവർ പുറത്തുനിന്ന് എല്ലാ കളിയും കണ്ടേച്ച് വന്നതല്ലേ, അവർ റൂള് ബ്രേക്ക് ചെയ്യുക, ജയിലിൽ പോവുക, കണ്ടൻറ് ഉണ്ടാക്കുക, റോസ്റ്റ് മേടിക്കുക, ഇതൊക്കെ തന്നെ അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് അവരിതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ അവർ പണിയെടുക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല, അവർ ചെയ്യത്തില്ല. മസ്താനിയെ നിൻ്റെ അണ്ടറിലങ്ങ് വിട്ടു തരാം, നീ അങ്ങ് കൊണ്ടുപോയിക്കോണം എന്ന് അഭിലാഷ് അക്ബറിനോട് പറയുന്നുണ്ട്. ഞാനങ്ങ് തൂക്കത്തേ ഉള്ളെന്ന് അക്ബർ പറയുന്നുണ്ട്. ഒനിൽ പറയുന്നത്, രേണുവൊക്കെ എവിടെ ഇട്ടാലും വേസ്റ്റ് തന്നെ, യാതൊരു പ്രയോജനമില്ല, എന്തുവാ അത്, എപ്പോൾ നോക്കിയാലും വയ്യ അതിന്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അതിനങ്ങ് വയ്യ, ഒരു കാര്യത്തിന് ഇവരൊക്കെ എന്ത് കാര്യം ഇവർ ചെയ്യുന്നത്, ഒരു കാര്യവും ചെയ്യാതെ ചുമ്മാതെ അവിടെ ഇവിടെ മാറിയിരിക്കുന്നു. ഒനിൽ പറയുന്നുണ്ട്, ആര്യനെ അനിമോളുടെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അവർ 2 പേരും കൂടെ അങ്ങ് ഫ്ലോറിൽ നിൽക്കട്ടെ എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ അഭിലാഷ് കയറി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, അവർ ഭയങ്കരമായിട്ട് കണ്ടൻറ്റ് കൊടുക്കും, 2 പേരും കൂടെ എപ്പോഴും ഓരോന്നല്ലേ. അപ്പം തമ്മിൽ പ്രശ്നമുള്ളവർ ഒരു കാരണവശാലും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല, നിന്ന് കഴിഞ്ഞാൽ അവിടെ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് പ്രശ്നമില്ലാത്ത ആൾക്കാരാകുമ്പോൾ അവർ കാര്യം പറഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ, നോർമലി പോവും, അത് കണ്ടൻ്റ് ആവത്തില്ല എന്നാണ് അഭിലാഷ് പറയുന്നത്.